തെങ്ങ് കയറുന്ന റിമാക്കല്ലിങ്കലിന്റെ ചിത്രമുള്ള പോസ്റ്ററാണ് സജിൻ ബാബുവിന്റെ തിയേറ്റർ എന്ന സിനിമയിലേക്ക് ആദ്യം അടുപ്പിച്ചത്. ഒറ്റ വീട് മാത്രമുള്ള മാവും പ്ലാവും നിറയെ തെങ്ങുകളുമുള്ള തുരുത്തിൽ പ്രായമായ അമ്മയ്ക്കൊപ്പം ന്യൂജൻ ലോകത്തിന്റെ വർണ്ണത്തിളക്കങ്ങളില്ലാതെ സോഷ്യൽ മീഡിയ എന്തെന്നറിയാതെ എന്തിന് മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാതെ പ്രകൃതിയോട് ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്ന മീരയാണ് തിയേറ്ററിലെ കഥാനായിക. 22 ഫീമെയിൽ കോട്ടയത്തിന് ശേഷം വേഷപ്പകർച്ചയിൽ റിമാക്കല്ലിങ്കലിന്റെ ശക്തമായ കഥാപാത്രങ്ങളിലൊന്ന്. മരം കയറി ചക്കയും മാങ്ങയും തേങ്ങയും കുരുമുളകുമൊക്കെ വിളവെടുത്ത് കടത്തുവള്ളത്തിലേറ്റി താനെ തുഴഞ്ഞ് മറുകരയെത്തി അവിടുത്തെ കടയിൽ വിറ്റാണ് മീര വീട്ടുചെലവുകൾ നടത്തുന്നതും അമ്മ ശാരദാമ്മയെ സംരക്ഷിക്കുന്നതും. നാട്ടിലെ പേരുകേട്ട വിഷവൈദ്യനായിരുന്നു മീരയുടെ അച്ഛൻ. അച്ഛന്റെ മരണശേഷമുണ്ടായ വൈകാരിക ബന്ധനങ്ങളാണ് വെള്ളപ്പൊക്കത്തിൽ പോലും അവരെ തുരുത്തിൽ തുടരാൻ നിർബന്ധിതരാക്കുന്നത്. ഒപ്പം തുരുത്തിലെ കാവും അവിടുത്തെ നാഗത്തറയും സർപ്പങ്ങളും അതുമായി ബന്ധപ്പെട്ട് വേരുറച്ച വിശ്വാസങ്ങളുമൊക്കെ അവരെ അവിടെ പിടിച്ചു നിർത്തുന്നു. റിസോർട്ട് പണിയാൻ നാട്ടിലെ പ്രമാണിമാർ പലരും തുരുത്ത് വിലക്ക് ചോദിച്ചെങ്കിലും അവിടുത്തെ പാരമ്പര്യങ്ങളെയും അവരെ കാത്തു സൂക്ഷിക്കുന്ന നാഗങ്ങളെയും മറന്ന് അവർക്കത് വിൽക്കാനാവുന്നില്ല. ഒരിക്കൽ തെങ്ങ് കയറുന്നതിനിടെ ഒരു വിചിത്ര പ്രാണിയുടെ കടിയേൽക്കുന്നതോടെ ദേഹമാസകലം ചൊറിഞ്ഞു പൊട്ടി മീര ഒരു അപൂർവ രോഗത്തിന്റെ പിടിയിൽ അമരുന്നു. തുടർന്ന് മീരയുടെയും അവളുടെ എല്ലാമായ ശാരദാമ്മയുടെയും സംഭവബഹുലമായ ജീവിതയാത്രയാണ് സിനിമ പറയുന്നത്. ഒരമ്മയുടെയും മകളുടെയും ആത്മബന്ധത്തിന്റെ കഥ കൂടിയാണ് തിയേറ്റർ. ഒരു സ്ത്രീയുടെ മാത്രം ആവശ്യങ്ങളിൽ പരസ്പര ബോധ്യമുള്ളവർ. റിമയുടെ അമ്മയായി വേഷമിടുന്നത് നാടകരംഗത്ത് നിന്ന് സുഡാനി ഫ്രം നൈജീരിയയിലൂടെ സിനിമയിലെത്തി ക്യാരക്ടർ വേഷങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന സരസ ബാലുശ്ശേരി. ചിലർക്ക് കഥ പറയാനാണ് ഇഷ്ടം. ഇതിലെ ശാരദാമ്മയും അങ്ങനെ തന്നെ. ചിലർക്ക് കഥ കേൾക്കുന്നതാണ് ഇഷ്ടം. ആശുപത്രി വരാന്തയിലെ കൊച്ചു പെൺകുട്ടി അവരിലൊരാളാണ്. ശാരദാമ്മ ആ പെൺകുട്ടിയോട് പറയുന്ന കഥയാണ് വാസ്തവത്തിൽ ഈ സിനിമ. കഥ തീരുമ്പോൾ ഒരു നിമിഷം കണ്ടതെല്ലാം സത്യമാണോ കടങ്കഥയാണോ എന്ന് വേർതിരിച്ചറിയാനാവാത്ത അനുഭവത്തിലായിരുന്നു പ്രേക്ഷകർ. ആദ്യത്തെ 20 മിനിറ്റിനുള്ളിൽ പ്രവചനാതീതമായ വഴികളിലൂടെ ഈ കഥ സഞ്ചരിച്ചു തുടങ്ങും. തുരുത്തിൽ നിന്ന് നഗരത്തിലേക്ക് മീരയ്ക്കും ശാരദാമ്മയ്ക്കുമൊപ്പം കഥാവഴികളിലൂടെ നമ്മുടെയും യാത്ര. പ്രേക്ഷകരെ എൻഗേജിംഗ് ആക്കുന്ന അവതരണമാണ് സിനിമയുടേത്. വലിച്ചു നീട്ടാതെ പറയാനുള്ളത് ഭയമില്ലാതെ കൃത്യമായി പറയുന്നുണ്ട് തിയേറ്റർ. നമ്മുടെ ജീവിത പരിസരങ്ങളിലെ പൊള്ളിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളും പറിച്ചെറിഞ്ഞാലും പിന്നെയും പടർന്നു പറ്റുന്ന രാഷ്ട്രീയ ചിന്തകളും കഥയുമായി കെട്ടുപണഞ്ഞു കിടക്കുന്നു. സോഷ്യൽ മീഡിയ എന്തെന്നറിയാത്ത മീരയുടെയും ശാരദാമ്മയുടെയും ജീവിതത്തെ അവയൊക്കെ എത്രത്തോളം സ്വാധീനിക്കുമെന്നതിന്റെ കഥ കൂടിയാണ് അഞ്ജന ടാക്കീസ് നിർമ്മിച്ച തിയേറ്റർ. സോഷ്യൽ മീഡിയ വ്ളോഗർ മനോജായി വേഷമിട്ട ഡെയിൻ ഡേവിസ്, നഴ്സ് സ്റ്റെല്ലയായി വേഷമിട്ട ആൻ സലീം, പലചരക്ക് കടക്കാരൻ ജഗൻ ചേട്ടനായി വേഷമിട്ട പ്രമോദ് വെളിയനാട്, വാർഡ് മെമ്പറായി വേഷമിട്ട കൃഷ്ണൻ ബാലകൃഷ്ണൻ, ഡോക്ടറായി വേഷമിട്ട ബാലാജി ശർമ്മ എന്നിവരും തനതായ ശൈലിയിൽ കഥാപാത്രങ്ങളെ ഉജ്ജ്വലമാക്കുന്നു. മേഘരാജൻ, അഖിൽ കവലിയൂർ, മീനാക്ഷി രവീന്ദ്രൻ, മീനാരാജ്, എബ്രഹാം വടക്കൻ തുടങ്ങിയവരും മറ്റു വേഷങ്ങളിലെത്തുന്നു. ഈ കഥയിൽ കെട്ടുമണിഞ്ഞു കിടക്കുന്ന വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള കലഹത്തിൽ സിനിമ ഒരു പക്ഷത്തും നിലയുറപ്പിക്കുന്നില്ല. ബഹുവിധ ചിന്തകളുള്ള പ്രേക്ഷകർക്കിടയിൽ ഇത് സിനിമയ്ക്ക് പൊതുസ്വീകാര്യതയ്ക്ക് ഇട നൽകുമെന്ന് തോന്നുന്നു. വിശ്വാസവും അവിശ്വാസവും രണ്ടിന്റെയും കച്ചവട താല്പര്യങ്ങളും ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരുടെ ഉദ്ദേശശുദ്ധിയുമെല്ലാം ചർച്ചയാകുന്നുണ്ട്. അതേസമയം മതവിശ്വാസങ്ങളെയും പാരമ്പര്യത്തെയും സിനിമ മുറിവേൽപ്പിക്കുന്നുമില്ല. സംവിധായകന്റെ കാഴ്ചപ്പാടുകൾ ചിത്രം അടിച്ചേൽപ്പിക്കുന്നില്ല. ചിന്താശേഷിയുള്ള ജനം സത്യവും മിഥ്യയുമൊക്കെ അനുഭവങ്ങളിലൂടെ തിരിച്ചറിയുമെന്ന പ്രതീക്ഷയാണ് ചിത്രം മുന്നോട്ട് വെക്കുന്നത്. സജിന്റെ മുൻ സിനിമകൾ പോലെ അല്ല തിയേറ്റർ. സങ്കീർണതകളില്ലാത്ത സിനിമ എല്ലാവർക്കും മനസ്സിലാകുന്ന സാധാരണ കാഴ്ചകളാണ് പങ്കുവയ്ക്കുന്നത്. സിനിമാറ്റിക് ആകുന്ന സീനുകളുമുണ്ട്. ആർട്ട് പടമോ പലപ്പോഴും വിരസമാകാറുള്ള അവാർഡ് പടമോ അല്ല. വേറിട്ട സംഗീതവും ദൃശ്യങ്ങളും റിമയുടെ പെർഫോമൻസും ഒന്നുചേരുന്ന ക്ലൈമാക്സ് സീക്വൻസുകൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ അപൂർവമെന്ന് പറയാം. ശ്യാമപ്രകാശിന്റെ ക്യാമറയും അപ്പു ഭട്ടതിരിയുടെ എഡിറ്റിംഗും ഹരികുമാർ മാധവൻ നായരുടെ സിംഗ് സൗണ്ട് റെക്കോർഡിംഗും ജുബിൻ രാജിന്റെ സൗണ്ട് മിക്സിംഗും ഈ ചലച്ചിത്രാനുഭവം മികവുറ്റതാക്കുന്നു. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നാണ് ഈ സിനിമ. ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടും നാം കണ്ടില്ലെന്ന് നടിക്കുന്ന ജീവിത ചിത്രങ്ങളാണ് സിനിമയുടെ കരുത്ത്. പെർഫോമൻസ് ആണ് സിനിമയെന്ന് വിശ്വസിക്കുന്ന സജിൻ ബാബു സംവിധാനം ചെയ്ത പുത്തൻ പടം തിയേറ്റർ കാഴ്ച ആവശ്യപ്പെടുന്നുണ്ട്. ഇത് കഥയുള്ള ചിത്രമാണ്. സസ്പെൻസും ട്വിസ്റ്റുമുണ്ട്. റിമയുടെയും സരസ ബാലുശ്ശേരിയുടെയും സ്വാഭാവിക പെർഫോമൻസുകളുടെ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ നമ്മുടെ അനുഭവങ്ങളെ സമ്പന്നമാക്കും. നിശ്ചയമായും ഫാമിലിക്കൊപ്പം തിയേറ്ററിൽ തന്നെ ഈ സിനിമ ആസ്വദിക്കാം.